നേട്ടം കൊയ്യാനുള്ള തരൂരിൻ്റെ ഓട്ടമോ അതോ പാദസേവ ചെയ്യുവാനുള്ള തീരുമാനമോ? ശശി തരൂർ എം പി BJP പാളയത്തിലേക്ക് എന്ന് കോൺഗ്രസുകാർക്ക് മനസ്സിലായതുപോലെ പൊതുസമൂഹത്തിനും തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു ചെറിയ ശതമാനം കൂറ് ആ പാർട്ടിയോടും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരോടും കാണിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. എന്നാൽ ശശി തരൂർ ആ സീമകളൊക്കെ ലംഘിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്തും കോൺഗ്രസിനെതിരെ പറയുക എന്നതാണ് തരൂരിൻ്റെ ഹോബി എന്ന് പറയപ്പെടുന്നത്. പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായി, ഒരു പാർട്ടിക്കാരനായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 1971 ഇന്ത്യ പാക് യുദ്ധസമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് കീഴടങ്ങിയിരുന്നില്ല എന്ന പ്രചാരണവുമായിട്ട് കോൺഗ്രസ് രംഗത്തെത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ അത്തരത്തിലുള്ള പ്രചാരണത്തെ തള്ളുകയാണ് ശശി തരൂർ എം പി. നിലവിലെ സാഹചര്യം 1971 സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നും രണ്ടും താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നുമാണ് ശശി തരൂരിൻ്റെ പുതിയ വാദം. ഭീകരതയ്ക്കെതിരെ താക്കീത് നൽകുക എന്ന ലക്ഷ്യം കൈവരിച്ചു എന്നും ഇനിയും സംഘർഷം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലെന്നുമാണ് തരൂർ യുദ്ധം അവസാനിച്ചതിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത് എന്നും, എന്നാൽ വെടിനിർത്തൽ കരാർ സ്ഥിരീകരിച്ച ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ വെടിനിർത്തലിന് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്ന ആ സാഹചര്യത്തിനിടെയാണ് 1971 കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നതും ശശി തരൂർ മറുപടി പറഞ്ഞിരിക്കുന്നതും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് പിന്നാലെ 90,000-ലധികം പാകിസ്ഥാൻ സൈനികരെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്തിനു വിട്ടയച്ചു എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് എന്നുള്ളതാണ്. അമേരിക്ക ഇടപെട്ടതിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിയതോടെ ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങാത്ത ചരിത്രത്തെ കോൺഗ്രസ് ചർച്ച ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഇതോടുകൂടിയാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യൻ സൈന്യം ജയിച്ചിട്ടും 90,000-ലധികം വരുന്ന പാകിസ്ഥാൻ സൈനികരെ ഇന്ദിരാഗാന്ധി വിട്ടയച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP ഹാൻഡിലുകളിൽ നിന്നും കോൺഗ്രസിനെതിരെ പരിഹാസം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ദിര എന്തിനാണ് 90,000-ലധികം പാകിസ്ഥാൻ സൈനികരെ വിട്ടയച്ചത് എന്നുള്ളതാണ്. സത്യത്തിൽ അതിൻ്റെ ഒരു വിശകലനം ഒന്ന് വിശകലനം ചെയ്യുകയാണെന്നെങ്കിൽ ഒരുപാട് കാരണങ്ങൾ അതിലുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ. നോക്കിക്കോളൂ, 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ച സിംല കരാറിൻ്റെ പ്രധാന ഭാഗമായിരുന്നു പാകിസ്ഥാനിയൻ തടവുകാരെ മോചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പകരമായിട്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ അംഗീകരിക്കുകയും ഭാവിയിൽ എല്ലാ പ്രശ്നങ്ങളും ശാന്തമായ വഴികളിലൂടെ പരിഹരിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം. കൂടാതെ അമേരിക്ക, ചൈന, ഐക്യരാഷ്ട്ര സംഘം തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ തടവുകാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെട്ടു. ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധകാലത്തെ തടവുകാർക്ക് മാന്യമായിട്ടുള്ള പെരുമാറ്റവും ശരിയായിട്ടുള്ള സമയത്ത് മോചിപ്പിക്കുന്നതുമാണ് ഈ ആഗോള നിയമപ്രകാരം അനുശാസിക്കുന്നത് എന്നുകൂടി പറയട്ടെ. അപ്പോൾ ബംഗ്ലാദേശ് അവരുടെ സ്വാതന്ത്ര്യ സമരത്തിനിടെ ഉണ്ടായ മാനവതാ വിരുദ്ധ കുറ്റങ്ങൾക്കായിട്ട് 195 പേർക്ക് മേൽ കേസെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ അതിനേക്കാൾ പ്രധാനമായിട്ട് ദേശീയമായിട്ടുള്ള സമാധാനവും ഒപ്പം തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള നല്ല ബന്ധവും ലക്ഷ്യമാക്കി എന്നുള്ളതാണ്. അവസാനം പാകിസ്ഥാൻ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും കേസെടുക്കുന്ന നിലപാട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കുവാൻ പാകിസ്ഥാനെ നിർബന്ധിക്കുന്നതിനും യുദ്ധം ഒഴിവാക്കുവാനും ഭാവിയിലെ സമാധാനം ഉറപ്പാക്കാനുമൊക്കെ വേണ്ടി പിടിയിലായ സൈനികരെ ഇന്ത്യ തന്ത്രപരമായ ഒരു മാർഗമായിട്ട് അന്ന് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 90,000-ലധികം തടവുകാരെ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കൽ, ഭക്ഷണം, സുരക്ഷ ഒരുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഭാരമുള്ള ചെലവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തടവുകാരെ പിടിച്ചുവെച്ചാൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ തന്നെ ദുർബലപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 90,000-ലധികം പാകിസ്ഥാൻ സൈനികരെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി വിട്ടയച്ചത് എന്ന് ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഇനി ഇന്നത്തെ കാര്യമാണെങ്കിൽ എന്ത് വെടിനിർത്തൽ കരാർ ആണ് ഒപ്പിട്ടിരിക്കുന്നത് എന്ന് അറിയേണ്ടതല്ലേ? അമേരിക്ക കരാർ ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്ക ഫോൺ വിളിച്ചു പറയുന്നു
മൂന്നാം കക്ഷി ഇല്ല എന്ന് ഇന്ത്യ തറപ്പിച്ചു പറയുന്നു. പാകിസ്ഥാൻ വിജയം അവകാശപ്പെടുന്നു. 26 ഇന്ത്യക്കാരെ കൊന്ന തീവ്രവാദികളെ പിടിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു. പാകിസ്ഥാൻ പട്ടാളം പൂഞ്ചിൽ 17 പേരെ കൊന്നതിന് കാരണമില്ല എന്ന് പറയപ്പെടുന്നു. ഇനിയും പാകിസ്ഥാൻ അക്രമം നടത്തില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടില്ല എന്നും ഇതൊക്കെ പറയുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളാണ് എന്നുള്ളതാണ്. അല്ലാതെ ഇതല്ല വസ്തുത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അതിർത്തിയിൽ 4 ദിവസത്തോളം നീണ്ടുനിന്ന യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷത്തിന് വിരാമമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം വെടിനിർത്തലിന് സംബന്ധിച്ച ഇന്ത്യയുടെ തീരുമാനം ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചു നിലംപരിശാക്കിയപ്പോൾ നിലവിളിച്ച പലരും ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടപ്പോൾ വിലപിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ നാണം കെട്ട് പേടിച്ചു പിന്മാറി എന്നൊക്കെ പറഞ്ഞ് അവർ കരയുകയാണ്. ഒരു കാര്യത്തിൽ മാത്രമേ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടുള്ളൂ. അത് ഈ സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോയി. പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ അവർ വിജയിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഇല്ലാത്തത് എന്തൊക്കെയോ അവകാശപ്പെട്ടുകൊണ്ടവർ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞു പരത്തി അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് പോലും അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചപ്പോൾ നമ്മൾ മൗനം പാലിച്ച് ആക്ഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ കയറി അടിച്ചു എന്നത് ചെറിയ കാര്യമാണോ? ഒരിക്കലുമല്ല. ഇന്ദിരാഗാന്ധിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ചിലർ വിലപിക്കുന്നത്, ആ വിലാപം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാകിസ്ഥാന് അണുബോംബ് എന്ന് പറയപ്പെടുന്ന സംഭവമുണ്ടോ? അങ്ങനെ അണുബോംബ് ഉള്ള ഒരു രാജ്യത്തെ കയറി ആക്രമിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അസാധാരണമായിട്ടുള്ള ധൈര്യം വേണമെന്നുള്ളതാണ്. അണുബോംബുള്ള ഒരു രാജ്യത്ത് കയറി ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ വെറും ആക്രമണമല്ല, അവരുടെ സൈനിക ആസ്ഥാനത്ത് വരെ കയറി ആക്രമിച്ചിരിക്കുന്നു ഇന്ത്യ. മനസ്സിലാക്കുക എത്രത്തോളം ശക്തമാണ് ഇന്ത്യ എന്നുള്ളത്. ആദ്യം ഇന്ത്യ ആക്രമിച്ചത് എത്ര കൃത്യതയോടെയായിരുന്നു. ഭീകര കേന്ദ്രങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ജനതയുടെ ചോര ചിന്താതെ, പാകിസ്ഥാൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടാതെ വളരെ കൃത്യമായി ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്ത്യയുടെ കൃത്യത. ഇത് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വിജയമാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇന്ത്യക്ക് ഇസ്രായേലിനെ പോലെ കൃത്യം ടാർഗറ്റുകളിൽ യുദ്ധം ചെയ്യാൻ ഇന്ത്യക്ക് കഴിവുണ്ട് എന്ന് തെളിയിച്ചിരിക്കുന്നു. 4 ദിവസം മാത്രം നീണ്ട ആക്രമണത്തിൽ ആണവശക്തിയായിട്ടുള്ള പാകിസ്ഥാന്റെ മണ്ണിൽ കയറി കനത്ത നാശം വിതയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പല നഗരങ്ങളിലും ബോംബിട്ടു, ബ്രഹ്മോസ് മിസൈൽ ഇട്ട് എന്ന് വരെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിലപിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്ത്യക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് എന്ന് പറയട്ടെ. പാകിസ്ഥാന്റെ ഒരു മിസൈൽ പോലും ഇന്ത്യയിൽ വീണില്ലെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അവരുടെ മിസൈലുകൾ വീണത് സോഷ്യൽ മീഡിയകളിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ യുദ്ധോപകരണങ്ങൾ കൃത്യമായിട്ട് ലക്ഷ്യം കാണുന്നതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ആവശ്യ സമയത്ത് ഇവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക എടുത്തു ചാടിയതിലും ആകുലപ്പെട്ടതിലും കാര്യമുണ്ട്. ഇന്ത്യ അമേരിക്കയുമായി ചർച്ച നടത്തിയെന്നോ അമേരിക്ക പറഞ്ഞിട്ട് ഇന്ത്യ കേട്ടെന്നോ ഒക്കെ പറയുന്നത് തന്നെ വെറുതെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. കാരണം ചൈനയുടെ ഉപകരണങ്ങൾ വിജയിച്ചാൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. ചൈന അവരുടെ യുദ്ധ ഉപകരണങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള ഒരു ട്രയലായിട്ട് മാത്രമാണ് ഇത് എടുത്തത് എന്ന് വരാം. അമേരിക്ക അത് ആഗ്രഹിക്കുന്നില്ല. ചൈനയുടെ യുദ്ധ ഉപകരണങ്ങൾ വിജയിക്കുന്നത് അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്നത്തെ കാലത്ത് ഏത് രാജ്യമാണ് യുദ്ധം ചെയ്ത് വിജയിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ യുക്രൈൻ്റെ കാര്യം ഓർക്കണം. സർവശക്തരായിട്ടുള്ള റഷ്യ എന്ന് പറയപ്പെടുന്നത് യുക്രൈനെ 3 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇറങ്ങിയതാണ്. നാളെത്രയായി ആ യുദ്ധം മുന്നോട്ട് പോകുന്നു. ആ യുദ്ധം ഇതുവരെ അവസാനിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ? അവരതിന് തയ്യാറായിട്ടുമില്ല. റഷ്യയ്ക്കും യുക്രൈനും എത്ര പട്ടാളക്കാരെ നഷ്ടമായി എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. റഷ്യ കരുത്തിൽ മോശമായിട്ടാണോ അവരുടെ പട്ടാളക്കാരെ അവർക്ക് നഷ്ടമാകുന്നത്? അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ഇതുവരെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക. എത്ര പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇസ്രായേലിന് ഇതുവരെ ഇറാനിൽ കയറി അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും ആണ് ഇവർ നേരിടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് ഇന്ത്യൻ സൈന്യം നെഞ്ചുവിരിച്ചു നിൽക്കുന്നത്. പാകിസ്ഥാന്റെ മണ്ണിൽ കയറി അടിച്ചിടുന്നത്. പാക് വ്യോമ പ്രതിരോധങ്ങളെ മറികടന്ന് ഇന്ത്യയുടെ മിസൈലുകൾ പാക് പട്ടാളത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള റാവൽപിണ്ടിയിൽ പോലും വീണില്ലേ? നമ്മൾ കണ്ടതല്ലേ അത്. അപ്പോൾ ഇത് നിസ്സാരമല്ല. 4 ദിവസം കൊണ്ട് ഇന്ത്യ തെളിയിച്ചു എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന്, എന്താണ് ഇന്ത്യയുടെ കരുത്തെന്ന്.
പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് അതിന് വഴങ്ങിക്കൊടുത്തത്. യുദ്ധം കൊണ്ട് ആത്യന്തികമായിട്ട് ഒരു രാജ്യത്തിനും നേട്ടമില്ല എന്ന് തന്നെ നമ്മൾ കരുതുന്നുണ്ട്. പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അതിനുള്ള സൽപ്പേരും ഇച്ഛാശക്തിയും ഒക്കെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിനുണ്ടതാണ്. ആണവശക്തിയാണ് എന്നത് മാത്രമല്ല, ബ്രഹ്മോസ് പോലുള്ള കൂറ്റൻ മിസൈലുകളും ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കുന്ന അന്തിമ യുദ്ധത്തിനുള്ള ആ ട്രയലാണ് ഇപ്പോൾ നടന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അനാവശ്യമായി ഭീകരരെ കൊണ്ട് ഇന്ത്യയെ ചൊറിയുവാനുള്ള സാധ്യത ഇനി കുറവാണ്. ഒരു അന്തിമ യുദ്ധം വിദൂരമല്ല. ആ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത് പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും എന്നുകൂടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ വിലാപങ്ങളിൽ കാര്യമില്ല എന്ന് തന്നെ പറയട്ടെ. എന്നാൽ പെട്ടെന്നുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം ഈ മുൻതൂക്കത്തെ നഷ്ടപ്പെടുത്തി എന്നുള്ള അഭിപ്രായം ധാരാളമായി വരുന്നുണ്ട് താനും. അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കൂടി യുദ്ധം നീണ്ടു നിന്നിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ മുന്നോട്ടുള്ള വളർച്ചയെ ഒരു 2-3 ദശാബ്ദത്തിലേറെ കാലം തടയാൻ സാധിക്കുമായിരുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ജമ്മു കാശ്മീർ ഭൂപടത്തിൽ നിന്ന് ഡോട്ടഡ് അതിർത്തി രേഖകൾ അത് അപ്രത്യക്ഷമാകുന്ന ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്ന അവസരം പോലും നഷ്ടമായോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് പാകിസ്ഥാനെ തളർത്താൻ നമുക്ക് അവസരം ലഭിച്ചു. വെറും $10 ബില്യൺ മാത്രം കൈവശമുണ്ടായിരുന്ന അവർക്ക് 3 ദിവസത്തിൽ കൂടുതൽ ഒരു യുദ്ധം താങ്ങുവാനുള്ള കഴിവില്ലായിരുന്നു, കെൽപ്പില്ലായിരുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഈ വെടിനിർത്തലിന് സമ്മതിച്ചത് തന്നെ ഒരുപക്ഷെ സമാധാനത്തിനാണ് ഇന്ത്യ ഗവൺമെന്റ് മുൻഗണന നൽകിയത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുറപ്പാണ്. ഇന്ത്യയുടെ ഈ ആക്രമണത്തിന് കാരണം പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണം തന്നെയാണ് എന്ന കാര്യം ആരും മറന്നു പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള തിരിച്ചടിയായി ഇന്ത്യ അവരുടെ പ്രധാനപ്പെട്ട 9 നഗരങ്ങളെ വിജയകരമായി ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ഒരു പൂർണ്ണ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റി നിർത്തിവെക്കാൻ സാധിച്ചു. 1971 ശേഷം ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളായിരുന്നിട്ട് പോലും പാകിസ്ഥാന്റെ നിരവധി വ്യോമതാവളങ്ങൾ ഇന്ത്യ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആക്രമിച്ചു. ഇതൊരു വ്യക്തമായിട്ടുള്ള വിജയം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭീകരാക്രമണങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം എന്തായിരിക്കുമെന്ന് വ്യക്തമായി വരച്ചു കാണിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ വിജയം തന്നെയാണ്. ഇനി ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടന്നാൽ അതിൻ്റെ വേദന പാകിസ്ഥാൻ അറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യോമതാവളങ്ങളും സൈനിക കേന്ദ്രങ്ങളുമായിരിക്കും ആദ്യ ലക്ഷ്യങ്ങൾ എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഭീകരാക്രമണം ഉണ്ടായാൽ ഇന്ത്യ നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ പരിഗണിക്കില്ല എന്നും പാകിസ്ഥാനികളെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി തല്ലുമെന്നും തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ടെററിസ്റ്റ് ആക്രമണം ആൻ ആക്ട് ഓഫ് വാർ ആണെന്ന് സംശയമില്ലാതെ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ടെററിസം ഈ സാഹചര്യത്തിൽ ഒരേ ഒരു അലോസരമുണ്ടാക്കിയത് ട്രംപിന്റെ ഇടപെടൽ മാത്രമാണ് എന്ന് പറയും. കാരണം ട്രംപ് പാകിസ്ഥാൻ അനാവശ്യമായിട്ടുള്ളൊരു പ്രാധാന്യം നൽകി വെടിനിർത്തൽ പെട്ടെന്ന് നടത്തി എന്നുള്ളതും അതും ട്വീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം അവർ തിരിച്ചറിയണമെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നത് മാത്രമാണ് നമ്മുടെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയാം. അപ്പോൾ അവിടെ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയട്ടെ. തരൂർ പറയുന്നത് ശരിയാണ് എങ്കിൽ അത് അംഗീകരിക്കുവാൻ അവരുടെ പാർട്ടി കോൺഗ്രസ് തയ്യാറാകണം. അല്ല ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് തരൂരിൻ്റെ ഈ ഉഡായിപ്പെങ്കിൽ ജനമാണ് അതിന് മറുപടി നൽകേണ്ടത്. സ്ഥാനം നേടാൻ വേണ്ടിയിട്ട് കൂടെ കൂട്ടിയവൻ്റെ കുതികാൽ വെട്ടരുത്. അതൊരു പ്രാകൃത സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ നിന്നല്ല എന്ന് തെളിയിക്കുവാനെങ്കിലും ഈ MP തയ്യാറാകേണ്ടതാണ്. BJPയുടെ പാളയത്തിലൂടെ പുതിയ പദവിയും അന്തർദേശീയ തലത്തിലേക്ക് ഉയരുവാനുള്ള സാധ്യതയുമാണ് ശശി തരൂർ ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ. ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ പ്രതിനിധിയാണ് നിങ്ങളെന്ന് മറക്കാതിരിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.